ഈ അപ്പോ 3 പേര് ഇവിടെ വന്നിരുന്നു. പിന്നെ ഹലോ എന്തിനാണ് ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഈ കരുതൽ തടങ്കലിലേക്കൊക്കെ ഫൈസലിനെ കൊണ്ടുപോകുന്നത്? ഈ AR ക്യാമ്പിലെ ആള്, ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ജോലി ചെയ്യുന്ന പോലീസുകാരൻ ഇവരൊക്കെ സസ്പെൻഷനിലായിരിക്കുകയാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ. മാഡം ഞാൻ കരുതൽ തടങ്കലിൽ ഞാനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ എന്നെ കരുതൽ തടങ്കലിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും കരുതൽ ഉം. തടങ്കലിലല്ല. ആര് ഞാനോ? ആ, റൂറൽ എനിക്ക് SP അങ്ങനെയാണ് മനസ്സിലായില്ല. പറഞ്ഞത്. കരുതൽ എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ഇവിടെ വീട്ടിലുണ്ട്. ഞാനിപ്പോ പറവൂര് തന്നെ ഒരാളെ കാണാൻ പോയിട്ട് ഞാനിപ്പോ വന്നോളൂ. എനിക്കറിയാൻ പാടില്ല എന്താ സംഭവംന്ന്. പോലീസൊക്കെ ഇതെന്താണ് വന്നിരുന്നോ ഇതിന്റെ വീട്ടിൽ? പിന്നില്? വീട്ടില് പോലീസ് വന്നിരുന്നു. എന്നോട് പറഞ്ഞു സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. ഞാനപ്പോ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ സ്റ്റേഷനിൽ ചെന്നു. ഇവിടെ താമസിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ ആ സ്റ്റാഫുകളുടെ വർക്കിന്റെ സ്റ്റാഫുകളുണ്ടായിരുന്നു. അവരുടെ അഡ്രസ്സും കൊടുത്തു. ഞാൻ സ്റ്റേഷനിൽ ചെന്ന് 10 മിനിറ്റ് സംസാരിച്ചോളൂ. ഞാൻ എന്നോട് പൊയ്ക്കോളാനും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇനി ഈ കരുതൽ എന്താണ് ഇതിന്റെ പിന്നിൽ? തടങ്കലിലാണെന്നൊന്നും പറഞ്ഞില്ല ഫൈസലിനോട്. അങ്ങനെ ഒരു സംഭവം എനിക്കറിയാൻ പാടില്ല മാഡം. ഞാനതിന് പ്രശ്നങ്ങള് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ പിന്നെ ഞാനങ്ങനെ കരുതൽ തടങ്കലിൽ പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഈ നാട്ടിലെ വീട് ഒരു വീ- വീടിന് പ്രശ്നക്കാരനല്ല. വീടിന് പോലീസ് കാവലോ അല്ലെങ്കിൽ പട്രോളിങ്ങോ പോലീസ് വന്ന് നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കഴിഞ്ഞ നേരത്തെ ഒന്നും ഇല്ലാത്ത വട്ടം വണ്ണം ഇതുപോലെ ഈ ഇന്നലെയോ ഇന്നോ ഒക്കെ? എനിക്ക് എന്റെ അറിവിലില്ല കേട്ടോ മാഡം. ഇത് എന്തൊക്കെയാണ് ഇപ്പോൾ പറയണേ? പുറത്ത് ആൾക്കാരെന്താണ് വന്നിരിക്കുന്ന പറയുന്നത്? ആലുവ ഇതിങ്ങനെ റൂറൽ എസ് പി ന്യൂസുകളിങ്ങനെ പറഞ്ഞത്, ആവി ആലുവ റൂറൽ ആ എസ് പി പറഞ്ഞ ആവി കാര്യം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം, ഫൈസൽ ഒന്ന് കേട്ടോളൂ. ആ ആ ആ. എടാ, ഇതിന്റെ ഭാഗമായിട്ട് ഒരു ആന്റി സോഷ്യൽ ഒരു റൗഡി ഹിസ്റ്ററി ഷീറ്ററിന്റെ വീട് ആംഗമാലി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് ഈ RHSലെ കൂടെ ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി DIG സാർക്ക് അയച്ചിട്ടുണ്ട്. സോ 3 കോൺസ്റ്റബിൾ ആണോ പിന്നെ ഒരു DYSP ലെവൽ ഓഫീസറാണ്. അത് റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തുറക്കായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. സോ പ്രത്യേകിച്ചും ആ വീട് നമ്മുടെ ഈ സെർച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. സോ ഇന്നലെ വൈകുന്നേരം കുറച്ച് മൂവ്മെൻറ്റ് നോക്കുമ്പോൾ ഉടൻ തന്നെ പോലീസ് പോയിട്ട് അവിടെ റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോൾ മാഡം ഇവിടെ റെയ്ഡൊന്നും നടത്തിയൊന്നുമില്ല. കേക്ക് ആ മാഡം, ഇവിടെ പോലീസ് വണ്ടി വന്നു. ആ ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു ഒന്ന് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. അവിടെ ചെന്ന് അവിടെ സി ഉണ്ടായിരുന്നില്ല. സിയെ വേറെ ആരായിട്ടൊക്കെ സംസാരിക്കായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എന്നെ കാണാൻ പറ്റിയത്. കണ്ടു. അപ്പം തന്നെ 10 മിനിറ്റ് ചോദിച്ചു. എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. എന്താ ചോദിച്ചേ? അല്ല, ഞാൻ പറഞ്ഞില്ലേ മാഡം, ഞാൻ ആലുവയിൽ എന്തിനാണ് അവിടെ ഒരു ഫംഗ്ഷന് പോയിരുന്നേ. അല്ല, മറ്റേ സോറി, സിനിമയുടെ ഒരു സിനിമക്ക് പോയിരുന്നു. ഏത് സിനിമ? മറ്റേ തെറുപ്പോ. ആ, അതിനെ ചൊല്ലിയുള്ള ഒരു ന്യൂസ് വന്നിരുന്നു. ഞാൻ അവിടെ ചെന്നിരുന്നു സിനിമക്കുന്നേ. അപ്പം എനിക്ക് സിനിമക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏഹ് കഷ്ടമാണ്. ഒരു ഗുണ്ടയായി പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതത്തിൽ നല്ലവനാകാൻ ശ്രമിച്ചാൽ സമ്മതിക്കില്ലാത്ത ഒരു വ്യവസ്ഥിതി അല്ല, അല്ലേ? ഇതിപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ കുറേ നാൾ നടന്നേച്ചവന്മാരൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ കുറേ ആവശ്യമില്ലാത്ത പരിപാടികൾ ഉണ്ടാക്കണതാണ് മാഡം. ഉം. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിവില്ല. ഞാനിപ്പോൾ സിനിമക്ക് എനിക്ക് സിനിമക്ക് പോകാൻ പാടില്ലേ? അപ്പോൾ പിന്നെ സിനിമക്ക് പോയി സിനിമയൊക്കെ കഴിഞ്ഞാൽ അവിടെ കാണും, അവിടെ നമുക്കൊരു റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ആ ഞാൻ എൻ്റെ മക്കളും ഭാര്യയായിട്ട് സിനിമക്ക് പോയി വന്നു. അത് അപ്പോൾ അവിടെ വീഡിയോ എടുത്തു. ഞാനവിടെ ഉണ്ടായിരുന്നു. ശരിയാണ്. എന്താണ് ഇപ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ആ വീഡിയോയിൽ മുഖം കാണിക്കാൻ പാടില്ല. എന്താ പ്രശ്നം എന്താ? ഞാൻ അല്ലാതെ അവിടെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ. അതിനാണ് പോലീസുകാർ വിളിപ്പിച്ചത്. അത് വിളിപ്പിച്ചപ്പോൾ ഇതേ പറയുന്നത് DSP ഉണ്ടെന്ന്. ഈ DSP എവിടെയാണെന്നൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്നായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ DSP ആണെന്നാണ് എനിക്കൊരു വെയിറ്റ് ആണല്ലോ. എന്തായാലും ആ ദൃശ്യങ്ങളൊക്കെ കൂടി വെച്ച് ഇപ്പോൾ 2 പോലീസുകാർ സസ്പെൻഷനിലായിട്ടുണ്ട്. ഡിവൈഎസ്പിക്ക് റിട്ടയർമെന്റ് ആയിരുന്നു ഈ 31-ാം തീയതി. അതും ഏകദേശം ഇല്ലാന്നുള്ള മട്ടിലേക്ക് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ടൊക്കെ കൊടുത്തുവെന്നാണ് ആലുവ റൂറൽ SP പറഞ്ഞത്. ഇതിൽ ഫൈസൽ, ഒരു കൊച്ചിയിൽ പ്രത്യേകിച്ചും ഈ ഗുണ്ട ഗ്യാങ് വാർ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പരസ്പരം പാരവയ്ക്കലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലിലേക്കും ഒക്കെ ആ, പോകുന്ന ഒരു അതുണ്ടാവും. സാഹചര്യമുണ്ട്. അതൊക്കെ ആരവക്കളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല മാഡം. ഇതെന്താണ് ഈ കളിക്കണത്? ഇതിൻ്റെ പിന്നിൽ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു ഫൈസൽ ഇതിൽ ഏതെങ്കിലും മാധ്യമപ്രവ ഗ്യാങ്ങിന്റെ ഭാഗമാണോ? നേരത്തെ അനസിന് കിട്ടിയ പണി അറിയാമല്ലോ, പെരുമ്പാവൂർ അനസിന്. അനസിന്റെ കൂട്ടത്തിൽ മാഡം, തന്നെയുള്ള ആളുകളാണ് ഒറ്റിയത്. ഞാൻ അനസിൻ്റെ പോലെ നമ്മൾ ആരെയും പറ്റിച്ചൊന്നും നടക്കുന്നില്ല മാഡം. നമ്മൾ നമ്മുടെ കാര്യം നോക്കി സുഖമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു. ഓക്കെ, ഞാനൊരാളിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാനോ പൈസ ചോദിക്കാനോ കടം ചോദിക്കാനോ ഒന്നുമില്ല. നമ്മളുടെ എന്താ ഭാഗത്ത് ഇപ്പൊ ഒരു ജോലി? എന്താ കംപ്ലൈൻറ്റും ഫൈസൽ ഇപ്പൊ എന്ത് ജോലിയാ ചെയ്യുന്നത്? നേരത്തെ സ്റ്റാഫ് ഉണ്ടെന്നൊക്കെ എനിക്ക് പറഞ്ഞല്ലോ. എനിക്ക് ആ ടിപ്പറൊക്കെ ഉണ്ട് മാഡം. ടിപ്പർ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരെണ്ണമുള്ളൂ. ആണ്, ഓക്കെ. ടിപ്പർ ഓടിക്കുന്ന ഫൈസൽ തന്നെയാ?
അല്ല അത് ഡ്രൈവേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോ ഫൈസൽ എന്തായാലും സമാധാന ജീവിതം തുടരും. ഇപ്പോൾ ഈ കരുതൽ തടങ്കലിലാണ് എന്നുള്ളതാണ് വാർത്ത. അതിന്റെ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരട്ടെ. അല്ല സംസ്ഥാനത്ത് നിന്ന് എന്തായാലും അല്ല ഇപ്പൊ പോലീസ് അങ്ങനെ പറയണ്ടെങ്കിൽ നടക്കട്ടെ. ഇപ്പൊ നിയമം അതെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. നമ്മളെന്തായാലും തെറ്റ് ചെയ്തല്ല. അതെ. ഞാൻ അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും തെറ്റിലേക്കൊന്നും പോവരുത് കേട്ടോ. ഇല്ല 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 മാഡം അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പോ ഞാൻ താങ്ക് യു കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ഗുണ്ടാ നേതാവിനോട് നേരിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത്. മാഡം അങ്ങനെയൊന്നും ഇല്ല മാഡം. എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കണേണ് ആ സമാധാനമായിട്ട്. ഏഹ് പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ അടുത്ത് ആര് എന്ത് കാണിച്ച് വേഷം കെട്ട് കാണിച്ചാൽ നമ്മൾ അതിന് പ്രതികരിക്കും. അത് അതെ അങ്ങനെ തന്നെയാണ് അന്ന് നിന്ന്. അല്ലാതെ നമ്മൾ പിടിക്കാനോ അതെ. ആരെയും ഒന്നും പോകുന്നില്ല. ദേഹോപദ്രവം ഏൽപ്പിക്കാനൊന്നും പോവരുത്. എല്ലാം പറഞ്ഞൊക്കെ തീർക്കണം. പറഞ്ഞൊക്കെ അങ്ങ് സെറ്റിൽ അല്ല ചെയ്യുന്ന മാഡം രീതിയിലേക്ക് വരണം. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ എന്നെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മാഡത്തിന് മനസ്സിലാക്കാൻ പാടില്ലേ. അതെ. അപ്പൊ എന്നെ എന്തായാലും ഈ കേസിന്റെ ഇതാണ് വിവരങ്ങൾ ഇത്ര. പുറത്തു വരട്ടെ തമ്മനം ഫൈസൽ. താങ്ക് യു മാഡം. ഓക്കെ.